ഹലോ ഗൈസ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ബൺമസ്കയാണ്. ബൺമസ്കയും ഇറാനി ചായയും. അപ്പം ഞാൻ ബണ്ണ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. കുറച്ച് ഞാൻ പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, കട്ട് ചെയ്ത്. ഒരു 3 പാക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഞങ്ങളിവിടെ 5 പേരുണ്ട്. അപ്പോൾ അതാറ് 3 പാക്കറ്റ് ഉണ്ടല്ലേ തികയുള്ളൂ. അപ്പോൾ അതെല്ലാം ഞാൻ കട്ട് ചെയ്ത് പാത്രത്തിനകത്ത് ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബട്ടറുണ്ട്, മിൽമയുടെ ബട്ടറാണ് വാങ്ങിച്ചേക്കുന്നത്. അൺസോൾട്ടി ബട്ടറാണ്. ഞാൻ ആ ബട്ടർ കുറച്ചിട്ടിട്ട് അത് അപ്പുറം തിരിച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു വശമായി, മറ്റേ വശം ഞാൻ മറിച്ചിട്ട് ഇത് ഏകദേശം ആയി കേട്ടോ. നമുക്ക് ഒന്ന് തിരിച്ചിട്ട് നോക്കാം. കേട്ടോ, അത് ആയിട്ടുണ്ട്. അതിൻ്റെ എല്ലാം നന്നായിട്ട് തന്നെ ആയിട്ടുണ്ട്. അത് ഇച്ചിരി കരിഞ്ഞു പോയില്ലേ? കുഴപ്പമില്ല. തിരിക്കാൻ പറ്റുന്നില്ല. ഞാൻ ബട്ടർ പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ബീറ്ററും കൊണ്ട് അത് തന്നെ ഇത് ചെയ്തെടുക്കാം. അയ്യോ, ബീറ്ററിൻ്റെ സാധനം ഒരു താഴെ പോയി. അതെന്താ ഞാൻ ഇട്ടത് ലൂസായി പോകാൻ തോന്നുന്നു. ബീറ്ററിൻ്റെ സാധനം ഊരിപ്പോന്നു. ഒന്നുകൂടെ ഇട്ട് നോക്കട്ടെ. ചിലപ്പോൾ അത് വെച്ചത് മാറിപ്പോയാണോ? ഇട്ട് നോക്കിയിട്ട് അത് റെഡി ആവുന്നില്ല. എന്താണ്, അത് ലൂസായി പോയെന്ന് തോന്നുന്നു. അതെന്താന്നറിയത്തില്ല. ഇങ്ങനെ ഊരി പോരാത്തതായിരുന്നു. അത് കറക്റ്റ് ടൈറ്റായിട്ട് തന്നെ കിടക്കുന്നതായിരുന്നു ബീറ്ററിൻ്റെ. എത്ര നേരം എടുക്കുക റെഡിയായിട്ട്? ഒരെണ്ണം കൊണ്ട് എന്തായാലും അടിച്ച് നോക്കാം. അത് ഇട്ടിട്ട് റെഡി ആവുന്നില്ല. അപ്പം ഒരെണ്ണം കൊണ്ട് നമുക്ക് നോക്കാം. പക്ഷെ പറ്റുന്നില്ല കേട്ടോ. മറ്റേ 2 എണ്ണം ഇടുമ്പോഴുള്ള ഇതില്ല, അത് കിട്ടുന്നത് ഇങ്ങനെ തെന്നി പോകുന്ന പോലെ ഒരു സുഖമില്ല. ഒന്ന് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. പക്ഷേ 2 ബീറ്ററില്ലാത്ത കാരണം നമുക്ക് അത് അടിക്കുമ്പോൾ നമുക്കറിയാം അതിൻ്റെ ഒരു മാറ്റം. ശരിക്ക് അതങ്ങ് ആവുന്നില്ല ബീറ്ററിൻ്റെ രണ്ടാമത്തെ ബ്ലേഡ് ഇല്ലാത്തത് കാരണം. അതിന് ഞാൻ മാക്സിമം നോക്കട്ടെ. അത് നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. ഞാനൊരു കണക്കിന് 2 ബീറ്ററിൻ്റെ 2 ബ്ലേഡും പിടിപ്പിച്ച് വെച്ചിട്ട് എന്നിട്ട് ഞാനത് അടിച്ച്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഫോണിൽ ഇത് എടുക്കാൻ പറ്റുന്നില്ല. ഫോണിൽ ചാർജ് ഇല്ലായിരുന്നു. അപ്പോൾ ഞാനത് മിൽക്ക് മെയ്ഡും പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു. പിന്നെ നമ്മുടെ മിൽമയുടെ ഇതില്ലേ, മിൽമയുടെ അല്ല, ഇച്ചിരി പാലൊഴിച്ചു, പാൽപ്പൊടി ഒഴിച്ചു. എന്നിട്ട് അതെല്ലാം കൂടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇറാനി ചായ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ അടുപ്പ് വെച്ച് നമുക്ക് ബണ്ണിനകത്തോട്ട് അതെല്ലാം തേച്ച് കൊടുക്കാം. അതിൻ്റെ പുറത്തും കുറേശ്ശെ തേച്ച് കൊടുക്കാം കേട്ടോ. പിള്ളേരൊക്കെ ഇവിടെ നോക്കിയിരിപ്പുണ്ട് കേട്ടോ. അവന്മാർക്ക് ക്ഷമയില്ല. അവന്മാർക്ക് എങ്ങനെയും ഒന്ന് പെട്ടെന്ന് കഴിച്ചാൽ മതി എന്നുള്ള രീതിയിൽ അവന്മാർ ഇവിടെ നിൽപ്പുണ്ട്. കുറച്ചുകൂടാണ് ഞാൻ കുറേശ്ശെ ഇനി തികഞ്ഞില്ലെങ്കിലോ എന്ന് ഓർത്തുകൊണ്ട് കുറേശ്ശെ തേച്ച് കൊടുക്കുന്നത്. ഒരു ഇച്ചിരി കൂടി ഇതാവാനുണ്ട് അതിന്. അപ്പം ഞാനത് ഒന്ന് തേച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടെ അതടിച്ചു കൊടുക്കുക. എന്തോ കുറച്ചൊരു കൺസിസ്റ്റൻസി കുറവ് പോലെ മതിയും തോന്നുന്നു. മിൽക്ക് മെയ്ഡല്ല കേട്ടോ, മിഠായി മീറ്റാണ് എടുത്തത്. കണ്ടൻസ് മിൽക്ക് കിട്ടിയില്ല. ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ കണ്ടൻസ് മിൽക്കിൻ്റെ കാര്യം മറന്നുപോയി. പിന്നെ രണ്ടാമത് ഇവിടെ അടുത്തുള്ള കടയിൽ പോയി വാങ്ങിച്ചതാണ്. കറണ്ട് പോയി എൻ്റെ ഇടയ്ക്ക്, അതാ ഇരുട്ടായിപ്പോയേ. ഇതെല്ലാം ഞാൻ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് അതിനകത്ത് നന്നായിട്ട് ക്രീം വെച്ചിട്ടുണ്ട്. അത്യാവശ്യം എല്ലാത്ത ഒരു ബട്ടർ ആട്ടോ എടുത്ത്. അത്യാവശ്യം എല്ലാ ഈ ബണ്ണിനും തേക്കാനുള്ളതുണ്ടായിരുന്നേ. ഇത്ര ഞാൻ എടുക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ പിള്ളേരല്ലേ, അവർക്ക് 2 എണ്ണം ഒക്കെ വെച്ച് കൊടുക്കണ്ട. അവന്മാർക്ക് 1 എണ്ണം വെച്ച് കൊടുത്തൊന്നും വയറെന്നറിയില്ല. നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സാധനമല്ലേ. അപ്പം അങ്ങനെ ഇപ്പോൾ ചായ റെഡിയായി. ഇറാനി ചായയുടെ ഇതൊക്കെ റെഡിയായി. നമുക്ക് പാലൊഴിക്കാം. നല്ല രസമുണ്ടല്ലേ കാണുമ്പോൾ നല്ല അടിപൊളിയല്ലേ. അങ്ങനെ ബൺമസ്കയും ഇറാനി ചായയും ഉണ്ടാക്കി കഴിക്കുകയാണ്. ഇപ്പോൾ മരം കൊണ്ട് പോയി നമുക്ക് ഇവിടെ അടുത്തുണ്ട്. പക്ഷേ മരം കൊണ്ട് പോകാൻ ഭയങ്കര പാടാണ്. മരിക്കൂലെന്നേ ഭയങ്കര കുസൃതിയാണ്, ഓടും പല വഴി കൂടെ. പിന്നെ ബൺമസ്ക കഴിക്കാമല്ലേ, ഇവന്മാരെ പിടിക്കാൻ ഓടണം. അതെ കഴിക്കണം. എങ്ങനെയുണ്ടാ? സൂപ്പറാണോ? അടിപൊളി, സൂപ്പർ എന്നാട്ടോ പറഞ്ഞത്. അതിനിപ്പോൾ ഇനി വോളി കിട്ടില്ലായിരുന്നു. സൂപ്പർ എന്ന് പറഞ്ഞത്. ചായ മുക്കി കഴിക്കുക.